ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എംപുരാൻ്റെ ട്രെയിലർ റിയാക്ഷൻ ആണ്. ഇന്ന് അതായത് 20th March 2025 ട്രെയിലർ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. ഉച്ചയ്ക്ക് 1:08. അതിന് കുറേ കാരണങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി ഇന്നലെ രാത്രി ഇതിൻ്റെ ഹിന്ദി ട്രെയിലർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് വന്ന ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ തന്നെ എന്താ പറയുക, ഒഫീഷ്യലി അവർ ഈ ഒരു ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചും കൂടി റിവീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമ. ഒന്നാമത് തന്നെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ക്യാരക്ടർ റിവീൽ പരിപാടിയൊക്കെ അവർ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ, ആശീർവാദ് സിനിമാസിൽ.
അതുമാതിരി തന്നെ ഇപ്പൊ ഈ ഒരു ട്രെയിലർ ഒരു 4 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ട്രെയിലറാണ്. അപ്പൊ ഇത്രയും വലിയൊരു ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ആവുന്നുണ്ട്. ഇതായിരിക്കാം അത് ഇതായിരിക്കാം എന്നൊക്കെയുള്ള ഒരുപാടൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു 20-30%, 30% എങ്ങനെ പോയാലും നമ്മൾ വിചാരിക്കുന്ന രീതി തന്നെ ആയിരിക്കും സിനിമ പോകുന്നത്. അതായത് എന്താ പറയാ, ഖുറേഷി അബ്രാം പുറത്താണ്, കേരളത്തിലില്ല. ഇവിടെ പൊളിറ്റിക്കൽ സിനാരിയോ എന്തെങ്കിലും പ്രശ്നമാകുമ്പോഴത്തേനും പുള്ളിക്കാരൻ തിരിച്ചിവിടെ വരും നമ്മളെ കേരളത്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ക്ലാഷും കാര്യങ്ങളും ചില ആൾക്കാർ തമ്മിൽ ഉണ്ടാവാം. അത് കഴിഞ്ഞൊരു ആരാണ് സ്റ്റീഫൻ എന്നുള്ള ഒരു സാധനം വരികയും പഴയ പാസ്റ്റ് മസൂദ് എങ്ങനെയാണ് മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ ചേരുന്നത്, അവരുടെ എന്തായിരുന്നു നോർത്ത് ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ, അവിടെ ഉണ്ടായ ദുരന്തം എന്തായിരുന്നു, മിക്കവാറും അതൊരു റിലീജിയസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു 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 സംഭവമായിട്ട് മാറിയിട്ടുണ്ടാവണം. അങ്ങനെ ആയിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. അതുമാതിരി തന്നെ സ്റ്റീഫൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ അച്ഛൻ അമ്മ ആരാണ്, ഓൾറെഡി പറഞ്ഞേക്കുന്ന ഒരു കഥയിൽ അവർ മരിച്ചുപോയി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ഒരു മലയോര പ്രദേശം. അപ്പം അത് സത്യമാകാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അത് പാർഷ്യലി കറക്റ്റ് സത്യവും പാർഷ്യലി റോങ് അല്ലെങ്കിൽ കള്ളമൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഫോർ ഷുവർ ഇതൊരു ഹിറ്റ് മൂവി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത്രയും വലിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ്, വിഷ്വൽ പ്ലസ് ഓഡിയോ പ്ലസ് ആ ഒരു മാസ് ഒരു കൈൻഡ് ഓഫ് ഒരു മൂവിയാണ് തന്നെ ഉറപ്പായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി അത് കാണാൻ ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് ലൂസിഫർ അല്ലെങ്കിൽ ലൂസിഫർ 2 അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അത് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം മാർക്കോ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ഹിറ്റ്. ആ ഒരു സിനിമയുടെ ട്രെയിലർ പോലും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ആ ഒരു വലുതായിട്ട് റിവീൽ ചെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്ക് വാവ് എന്ന് പറയുന്ന ഒരു ഫീൽ കിട്ടി. നമ്മൾ ഒന്നും അറിഞ്ഞൂടാതെ പോയി കണ്ട് ഗംഭീര ഒരു പടം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇത്രയും തിയേറ്ററിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട കുറേ കാര്യങ്ങൾ ഈ ട്രെയിലർ കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ട്രെയിലർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവും, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് നമ്മുടെ ഒരു ആസ്വാദനത്തിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതിൽ ഓൾമോസ്റ്റ് 30-40% മറ്റോ ഹിന്ദിയിലാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഹിന്ദിയിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പാസ്റ്റും പിന്നെ അവിടെ നടക്കുന്നതും പിന്നെ കുറച്ച് ഇന്റർനാഷണൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുറേ അതുപോലുള്ള കുറേ പല രാജ്യങ്ങളിൽ പോകുന്ന പല കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടല്ലോ, UK ഒക്കെ. അപ്പം അതൊക്കെ ചൈന, അപ്പം അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ ഒരു സക്സസ് ആവുന്നുള്ള ഡൗട്ട് ഇല്ലെങ്കിൽ ഒരു ഗംഭീര പടം അല്ലെങ്കിൽ ഒരു സൂപ്പർ മൂവി അമേസിങ് എന്നൊക്കെ പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സിനിമ പൊട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഇറ്റ്സ് ഗോണ ബി എ ഗുഡ് മൂവി, അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് മൂവി ലെവലിൽ നിൽക്കും. ഉറപ്പായിട്ടും നല്ല രീതിയിൽ കളക്ഷൻ കിട്ടുന്ന പ്രൊഡ്യൂസറിന് എല്ലാവർക്കും ലാഭം കിട്ടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഒരു ഗംഭീര സിനിമയായിട്ട് ഈ സിനിമ മാറുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗുഡ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഒരു ഗംഭീര പടം എന്ന ആൾക്കാർക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോഴത്തേനും ഒരിക്കലും മോശം ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് തോന്നുന്നു. കാര്യം എൻ്റെ ഗ്രാൻഡിയോസ് അത്രയ്ക്ക് കൂടുതലാണ്. വിഷ്വലി ആണെങ്കിലും സൗണ്ട് മ്യൂസിക് എങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മാസ് സീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റർടൈൻഡ് ആയിരിക്കും 3 മണിക്കൂർ എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അതിൻ്റെ അപ്പുറം ഒരു ഗംഭീര പടം, അതായത് ലൂസിഫർ മാതിരി ഒരു ഗംഭീര പടം എന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഈ സിനിമ എത്തുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും നല്ലൊരു ട്രെയിലർ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും ഗ്യാരണ്ടിയാണ് ഈ ഒരു സിനിമ ഗംഭീരമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ തന്നെ ഗംഭീരമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ കഴിഞ്ഞിട്ട് ഈ പടം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് ആണെങ്കിലും ശരി, ബാക്കിയുള്ള ലാംഗ്വേജസിലും ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതായത് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിനെ അവർ റിവീൽ ചെയ്യുന്നതും ഇത്രയും ലോങ് ആയിട്ടുള്ള ട്രെയിലർ കൊടുക്കുന്നതും ആൾക്കാർക്ക് സിനിമ കാണാനായിട്ടുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിരാശപ്പെടില്ല എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറം ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്ന കാര്യത്തിന് എന്തോ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുമാതിരി തന്നെ രണ്ടാമത്തെ കുറച്ചും കൂടി ഗ്രാൻഡിയോസ് ഒരു പരിപാടി, ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പരിപാടി പിടിക്കണം എന്നുള്ളതുകൊണ്ട് കഥയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണോ എടുത്തു വെച്ചത് എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സിനിമയിലെ ലാസ്റ്റ് പൃഥ്വിരാജും മോഹൻലാലും ചെറിയ ഒരു ക്ലാഷ് വരാനൊരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി ടുവേർഡ്സ് ദി എൻഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴെങ്കിലും ഇവർ തമ്മിലൊരു ക്ലാഷ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി, അല്ലെങ്കിൽ വേറെ ആ ഒരു ഡ്രാഗൺ ആ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്ന പുള്ളിക്കാരനായിരിക്കും, അവിടെ ആയിരിക്കാം ചിലപ്പോൾ സിനിമ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് അവിടെ ആയിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. ഇതല്ല സർപ്രൈസിങ് എലമെന്റ്സ്, അതായത് ഈ ഒരു നമുക്കറിയാം ഖുറേഷി അബ്രാം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, പുള്ളിക്കാരനെ തകർക്കാൻ അല്ലെങ്കിൽ പുള്ളിക്കാരൻ തകരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു സ്ഥലത്താണ് സിനിമ മേ ബി നമുക്ക് കൂടുതൽ കണക്റ്റ് ആവുക. ഇത്രയും സ്ട്രോങ് ആയുള്ള ഒരു ഒപ്പോണന്റ് വേണം.
ഈ പുള്ളിക്കാരൻ മരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ്. കാര്യം തേർഡ് പാർട്ട് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായാലും മോഹൻലാൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ മരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അല്ലാതെ വേറെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റും പരിപാടികളൊക്കെ ആയിരിക്കും വരിക. ഇമോഷണലി കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടായിരിക്കണം ഈ സിനിമ എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷ. ഇത് സത്യം പറഞ്ഞ ഒരു മലയാള സിനിമയുടെ ഒരു രീതിയിലേ അല്ല നിൽക്കുന്നത്. ക്യാൻവാസ് ആണെങ്കിലും ടെക്നിക്കൽ ആസ്പെക്ട് നോക്കുന്നുണ്ടെങ്കിൽ, സ്റ്റോറി ലൈൻ നോക്കുന്നെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഒരു വേൾഡ് ക്ലാസ് ഒരു മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവർ എടുത്തു വെച്ചേക്കുന്നതെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. ആ ട്രെയിലറൊക്കെ തന്നെ അത് എവിഡൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഓൾറെഡി ചെറിയ പടം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ഓഫ് കോഴ്സ് യെസ് ഇത്രയും വലിയൊരു പടമായിരിക്കുമെന്ന്. പക്ഷെ ഈ ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ ഒരു ഹോപ്പ് പിന്നെയും കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ, അതായത് യൂട്യൂബിൽ ഓരോ ക്യാരക്ടേഴ്സും സംസാരിക്കുന്ന ആ ഒരു പോർഷൻ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്നെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട് കൊണ്ടുവരും. നമ്മൾ ഓരോ പ്രാവശ്യം ആ ഒരു വീഡിയോ കാണുകയും കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുകയും ഒരു ഡിസ്കഷൻ ക്രിയേറ്റ് ആകുകയും ചെയ്യും, വിച്ച് ഇസ് എ ഗുഡ് തിങ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. മസൂദ് നമുക്കറിയാം, മസൂദിൻ്റെ അമ്മ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് കിടപ്പുണ്ട്, മസൂദിൻ്റെ അനിയൻ. അതുമാതിരി തന്നെ മസൂദിൻ്റെയാണ് നമ്മുടെ ഫസ്റ്റ് ടീസറിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു വിഷ്വൽ ഉണ്ട്, ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അത് മസൂദാണ്, കയ്യിലിരിക്കുന്ന അനിയനാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ ചില സീൻസൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. സോ എക്സ്പെക്റ്റഡ് ആണ്, ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എടുത്തു വെച്ചേക്കുന്നതിൻ്റെ ഒരു ഭംഗി എന്നതിൻ്റെ അപ്പുറം എന്തെങ്കിലും അതിന് ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും, നമുക്ക് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മുരളി ഗോപിയുടെ റൈറ്റിങ്ങും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും നമുക്ക് ഭയങ്കര ഒരു വിശ്വാസം നൽകുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ വേറെ ആരാണ് എഴുതിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബിലീഫ് ഉണ്ടാവില്ല, നന്നായി വരും എന്നൊരു വിശ്വാസം ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഈ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ കാരണം ഇതൊരു ഗംഭീര പടമാണ് എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു മാസ് എൻ്റർടൈനർ ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാസ് എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടി സോൾ ഉണ്ട്, കുറച്ചും കൂടി കഥയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി ഒരു മാസ് അപ്പീൽ കുറച്ച് കൂടുതലായിട്ട് അവർ ചെയ്ത മാതിരി മേ ബി ദിസ് ഇസ് വാട്ട് ഓഡിയൻസ് വാണ്ട് എന്നൊരു തോട്ട് കാരണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സക്സസ് ആകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സിനിമ. പക്ഷെ ഒരു ഗംഭീര പടം എന്ന് പറയുന്ന ഒരു ലെവലിൽ ആ ഒരു കഥയ്ക്ക് അത്രയ്ക്കൊരു സ്ട്രോങ് ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ഈ ട്രെയിലറും ക്യാരക്ടർ റിവീലും ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരിലും ഉണ്ട്. ഓരോ വീഡിയോ വരുമ്പോഴും ഈ ട്രെയിലർ വന്നപ്പോഴൊക്കെ തന്നെ. പക്ഷെ അത് തിയേറ്ററിൽ എന്തോരം കൺവിൻസ് ആകും, നമ്മളിപ്പോൾ തിയേറ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ആ ലെവലിലുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമാണെങ്കിൽ പോലും കഥ എന്ന് പറയുന്നതിന് അത്രയും ഒരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലുള്ള മേ ബി കഥയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ. നമ്പർ 2, ട്രെയിലറിൽ ഇത്രയും റിവീൽ ചെയ്യുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചാൽ പോലും, നിങ്ങളിത് കണ്ടാൽ പോലും നിങ്ങൾ ഈ സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും. അത് തരുന്ന ഒരു സംഭവം ഭയങ്കരമാണ്. അത് ഇത്രയും റിവീൽ ചെയ്തിട്ടും ഓൾമോസ്റ്റ് നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ എന്നിട്ടും അവർ ഈ ഒരു ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 4 മിനിറ്റ് അടുപ്പിച്ച് ദൈർഘ്യമുള്ള ഒരു ട്രെയിലർ റിലീസ് ചെയ്യണമെങ്കിൽ ദേ ആർ ഡാം ഷുവർ എന്നുള്ളൊരു സാധനവും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹിറ്റ് ആകാനുള്ള ചാൻസസ് ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ കൂടുതലാണ്. അതുമാതിരി നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? ഹൗ വിൽ ദിസ് മൂവി ടേൺ ഔട്ട് ടു ബി? കൊള്ളായിരിക്കുമോ, ഓക്കെ ആയിരിക്കുമോ, ഗംഭീരമായിരിക്കും എന്നുള്ള നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ള താഴെ കോമെന്റ് ചെയ്യുക. അറിയില്ല എന്ത് സംഭവിക്കുന്നുള്ള. എന്തായാലും മൂവി വിൽ ബി എ സക്സസ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഗംഭീര പടമായിരിക്കട്ടെ, മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാനും ഒരു ഗംഭീര പടമായിട്ട് മാറട്ടെ, ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും കാണുന്നവർക്ക് എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.